Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള നമ്പർ സിസ്റ്റംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സേ n എന്ന് പറയുന്ന ഒരു നമ്പർ ആണുള്ളത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് b ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dn-1, dn-2, etc. up to d1. ഇത് ith പൊസിഷൻ ആണ്. d1, d0. ഓക്കെ, 0th ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റ്, അങ്ങനെ n-1 ഡിജിറ്റ്സ് വരെ ആ നമ്പർ സിസ്റ്റത്തിനകത്ത് കാണും. ദെൻ ഒരു റാഡിക്സ് പോയിന്റ്, ദെൻ വരുന്നതാണ് d-1, d-2 അപ് ടു d-m. ഇതിനകത്ത് ഈ റാഡിക്സ് പോയിന്റിന് മുന്നേ വരുന്ന പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റിജർ പോർഷൻ. ഈ റാഡിക്സ് പോയിന്റിന് ശേഷം വരുന്ന പാർട്ടാണ് ഫ്രാക്ഷൻ പോർഷൻ. ഈ ഫ്രാക്ഷൻ പോർഷനും അതുപോലെ തന്നെ ഇൻറ്റിജർ പോർഷനും ഇടയിൽ കാണുന്ന ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ റാഡിക്സ് പോയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മറക്കണ്ട, n എന്ന് പറയുന്നത് ഇവിടെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ നമ്പർ. b എന്ന് പറയുന്നത് അത് ആ നമ്പറിന്റെ ബേസ് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ റാഡിക്സ് എത്രയാണ്. ബേസിന് പറയുന്ന മറ്റൊരു പേരാണ് റാഡിക്സ് എന്നുള്ളത്. അത് ഓർത്ത് വെക്കണം. എന്താ വെച്ചാൽ പല പേപ്പേഴ്സിലും ഇൻസ്റ്റെഡ് ഓഫ് ബേസ് റാഡിക്സ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, ബേസ് ബി ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റത്തില് ഡിഫറെന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to b-1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സേ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അതിലെ ഡിഫറെന്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സിമ്പിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം 0യും 1ഉം മാത്രമേ ബേസ് 2 ഉള്ള ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നോക്കൂ, 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് b-1, b എന്ന് പറയുന്നത് എത്രയാണ്? 2, 2-1 എത്രയാണ്? 1. അത്രയും ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണ് ഇൻ കേസ് ഓഫ് ബേസ് ബി ആയി വരുന്ന ഒരു നമ്പർ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇൻ കേസ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം എക്സാമ്പിൾ നോക്കാം നമുക്ക്. ജസ്റ്റ് ഡെസിമൽ ആണെങ്കിൽ നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അതിനകത്തെ ഡിഫറെന്റ് സിമ്പിൾസ് എന്ന് പറയുന്നത് 0 to 10-1. 10-1 എത്രയാണ്? 9 ആണ്. 0 to 9 വരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എഴുതുന്നത് നമ്മൾ എന്താണ്? 10, 11, 12 അങ്ങനെയാണ്. അതായത് 0 to 9 ഡിഫറെന്റ് സിമ്പിൾസ് മാത്രമേ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് കാണുകയുള്ളൂ. സിമിലർലി നമ്മൾ ഒക്ടൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഒക്ടലിനകത്ത് ഒക്ടൽ എന്ന് പറയുമ്പോൾ ബേസ് 8 ആണ് വരുന്നത്. സോ 0 to 8-1 എത്രയാണ്? 7. 0 to 7 കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് നമുക്ക് വരുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ? 10, 11, 12 അപ് ടു 17 വരെ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് നമ്പർ 20 ആണ് വരുന്നത്. അതായത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്ന ഡിഫറെന്റ് സിമ്പിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to n-1 നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 0 to b-1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0 to 7 വരെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. സിമിലർലി ഹെക്സ് ആണെങ്കിൽ നമുക്കറിയാം ബേസ് 16 ആണ് അല്ലെ? 0 to 16-1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 വരെ ഉള്ള നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഹെക്സിനകത്തുള്ള സിമ്പിൾസ് കുറച്ച് ഡിഫറെന്റ് ആണ്. 0 to 9 കഴിഞ്ഞാൽ നമ്മൾ A to F വരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റെപ്രസെന്റേഷനും ബേസ് എന്താണ്, റാഡിക്സ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ്, നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. വെയ്റ്റഡും അതുപോലെ തന്നെ അൺവെയ്റ്റഡും. വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊസിഷണൽ വെയിറ്റേജ് ഉള്ള നമ്പർ സിസ്റ്റത്തിനെയാണ്. പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ പൊസിഷനും ഒരു പെർട്ടിക്കുലർ വെയിറ്റേജ് കാണും. ഫോർ എക്സാമ്പിൾ, ബൈനറി, ഒക്ടൽ, ഹെക്സ്, അതുപോലെ തന്നെ BCD, 2421 ഇതൊക്കെ വെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൽ പെടുന്നതാണ്.
ഇനി അൺവെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? വെയ്റ്റഡ് നമ്മൾ ഒരു പൊസിഷണൽ വെയിറ്റേജ് കാണുമെന്ന്. അങ്ങനെയാണെങ്കിൽ പൊസിഷണൽ വെയിറ്റേജ് ഇല്ലാത്ത നമ്പർ സിസ്റ്റം ആണ് അൺവെയ്റ്റഡ് എന്ന് പറയുന്നത്. അതായത് നോൺ പൊസിഷണൽ വെയിറ്റേജ് ആയിരിക്കും, വെയിറ്റേജ് സിസ്റ്റം ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗ്രേ കോഡ്, അതുപോലെ തന്നെ XS3 കോഡ്. ഇതോടുകൂടെ നമുക്ക് ഡിഫറെന്റ് കോഡ്സും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ BCD. BCD എന്നത് ബൈനറി കോഡഡ് ഡെസിമൽ കോഡ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഡെസിമൽ നമ്പറിന്റെ ഓരോ ഡിജിറ്റും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അതാണ് BCD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേണമെങ്കിൽ 4-bit ബൈനറി ഫോർമാറ്റ് ആവാം, അല്ലെങ്കിൽ 8-bit ബൈനറി ഫോർമാറ്റ് ആവാം. നമ്മൾ യൂഷ്വലി പഠിക്കാറുള്ളത് 4-bit ബൈനറി ഫോർമാറ്റ്സ് ആണ്. 8-bit ബൈനറി ഫോർമാറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. സോ നമ്മൾ 4-bit ബൈനറി ഫോർമാറ്റ്സ് തന്നെയാണ് സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇൻ കേസ് ഓഫ് 4-bit ബൈനറി ഫോർമാറ്റ് നമുക്കറിയാം 0 1 2 3 4 5 6 7 8 9 ഡെസിമൽ വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇത്രയാണ്. അത് കഴിഞ്ഞ് 1011 അങ്ങനെയാണ് പോകുന്നത്. നമ്മളിവിടെ 4-bit ബൈനറി ഫോർമാറ്റിന്റെ കാര്യമാണ് പറയുന്നത്. 4-bit ബൈനറി ഫോർമാറ്റ് ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 2^4 അല്ലേ വരിക. അതായത് ആക്ച്വലി 16 കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. പക്ഷേ 4-bit ബൈനറി ഫോർമാറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള BCD കോഡ്സ് എന്ന് പറയുന്നതിന്റെ എണ്ണം 10 എണ്ണം ആയിരിക്കും. അതായത് 0 to 9 വരെ. ബാക്കിയുള്ള 6 എണ്ണവും ഇൻവാലിഡ് ആയിരിക്കും. ഇൻവാലിഡ് BCD കോഡ്സ് ആയിരിക്കും. This is equal to 6. ടോട്ടൽ 16 പോസിബിൾ കോമ്പിനേഷൻസിൽ 10 എണ്ണം മാത്രമാണ് വാലിഡ് ആയിട്ടുള്ള BCD കോഡ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പറഞ്ഞു 4-bit ബൈനറി ഫോർമാറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 000 എന്നുള്ളത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0000. സിമിലർലി ബാക്കിയുള്ളത് എഴുതുവാണെങ്കിൽ 0001, 0010, 0011, 0100, 0101, 0110, 0111, 1000 and finally 1001. ഇത് ടോട്ടലി എത്ര എണ്ണം വരുന്നുണ്ട്? 10 എണ്ണം. 10 വാലിഡ് BCD നമ്പേഴ്സ് ആണ് ഉള്ളത്. ദെൻ ഇൻവാലിഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സ് ഇൻവാലിഡ് ആണ്. ഓക്കെ, നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് BCD വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നിട്ടുള്ള ഇൻവാലിഡ് BCD കോഡ് എത്രയാണോ അത് പ്ലസ് 110 അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ വിച്ച് ഈസ് ഈക്വലന്റ് ടു ബൈനറി 110 അത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? കറക്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് XS3 കോഡാണ്. ഇതും ഒരു 4-bit കോഡാണ്. 4-bit കോഡാണ്. XS3 കോഡ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അൺവെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിലാണ് വിടുന്നത്. കാരണം അതിന് പൊസിഷണൽ വെയിറ്റേജ് ഇല്ല. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് BCD കോഡിന്റെ കൂടെ +3 ചെയ്തിട്ടാണ്. ഇതിനെ നമ്മൾ സെൽഫ് കോംപ്ലിമെന്റിംഗ് കോഡ് എന്നും പറയാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് BCD കോഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. BCD കോഡ് ഈസ് നോട്ട് എ സെൽഫ് കോംപ്ലിമെന്റിംഗ് കോഡ്. സെൽഫ് കോംപ്ലിമെന്റിംഗ് കോഡ് എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള ബൈനറി കോഡിനെ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് ഒന്ന് നോട്ട് ഗേറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിന്റെ 9th കോംപ്ലിമെന്റ് ആയിരിക്കും. അതിനെയാണ് സെൽഫ് കോംപ്ലിമെന്റിംഗ് കോഡ് എന്ന് പറയുന്നത്. നോൺ സെൽഫ് കോംപ്ലിമെന്റിംഗ് കോഡ് എന്ന് പറയുമ്പോൾ BCD പോലെയുള്ള ഈ BCDനെ നമുക്ക് വേണമെങ്കിൽ 8421 കോഡ് എന്നും വിളിക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി പൊസിഷണൽ വെയിറ്റേജ് ആണ് 8421 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2^0, 2^1, 2^2, 2^3.
ആ പൊസിഷണൽ വെയിറ്റേജസ് വരുന്നത് ഈ രീതിയിലാണ്. ബൈനറി ആണ് അതിന്റെ പൊസിഷണൽ വെയിറ്റേജ് 0, 1, 2, 3. ഓരോ പൊസിഷനും നമ്മൾ വെയിറ്റേജ് കൊടുക്കുമ്പോൾ 2 power 0 1 ആണ്, 2 power 1 2 ആണ്, 2 power 2 4 ആണ്, 2 power 3 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ BCDനെ നമുക്ക് 8421 കോഡ് എന്നും വേണമെങ്കിൽ വിളിക്കാം. അതിന് ഈ പറയുന്ന പ്രോപ്പർട്ടി ഇല്ല. അതായത് ഒരു BCD കോഡ് തന്ന് അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിന്റെ 9th കോംപ്ലിമെന്റ് അല്ല കിട്ടുക. അതുകൊണ്ടാണ് അതിനെ നോട്ട് എ സെൽഫ് കോംപ്ലിമെന്റിങ് കോഡ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഈ XS3 കോഡ് എന്ന് പറയുന്നത്. സെൽഫ് കോംപ്ലിമെന്റിങ് കോഡുമാണ്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു അൺവെയ്റ്റഡും ആയിരുന്നു. ഇങ്ങനെ സെൽഫ് കോംപ്ലിമെന്റിങ്ങും അൺവെയ്റ്റഡുമായിട്ടുള്ള ഒരേ ഒരു കോഡാണ് XS3 കോഡ്. ആ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഗ്രേ കോഡ് എന്താണെന്ന് നോക്കാം. ഈ ഗ്രേ കോഡിനെ പല പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് മിനിമം ചേഞ്ച് കോഡ്. Means 1 bit in the code group changes when going from one step to the next. അതുകൊണ്ടാണ് ഇതിനെ മിനിമം ചേഞ്ച് കോഡ് എന്ന് വിളിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സൈക്ലിക് കോഡ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് റിഫ്ലക്റ്റീവ് കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എറർ മിനിമം ആയതുകൊണ്ട് തന്നെ മിനിമം എറർ കോഡ് എന്നും വിളിക്കാം. മിനിമം ചേഞ്ച് കോഡ് എന്നും വിളിക്കാം, മിനിമം എറർ കോഡ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രേ കോഡ് എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ നമ്പർ ഓഫ് ബിറ്റ്സ് 1 ആണെങ്കിൽ 0 കാണും, നമുക്ക് 1 കാണും. നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ റിഫ്ലക്ഷൻ എടുത്ത് എഴുതി. നെക്സ്റ്റ് സിംഗിൾ ബിറ്റ് ചേഞ്ച് ആണ്, 0 മാറി 1 ആയി, ഇവിടെയും 1 ആയി. ഇതിപ്പോൾ ഡെസിമൽ വാല്യൂ 0, 1, 2, 3 ഇത്ര എഴുതി. ഇനി എനിക്ക് 4 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ബിറ്റ്സ് വേണം അല്ലേ? ആ കേസിൽ ഞാൻ എൻ്റെ ഈ എൻറ്റയർ 4 നമ്പേഴ്സിൻ്റെ റിഫ്ലക്ഷൻ എടുത്ത് എഴുതുവാണ്. അതായത് 1 0 1 1 0 1 0 0. എനിക്കറിയാം 3 ഡിജിറ്റ്സ് ആണ്. 3 ഡിജിറ്റ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ബിറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ എഴുതിയ 0 1 2 3 ഇത്രയും നമ്പേഴ്സിന് ഞാൻ സീറോസ് ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ നെക്സ്റ്റ് ഹാഫിൽ വൺസ് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പം എനിക്ക് 5ഉം 6ഉം 7ഉം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് റിമൈനിങ് 8 നമ്പേഴ്സ് എടുത്ത് എഴുതണമെങ്കിൽ, അതായത് 4 ഡിജിറ്റ്സ് ആയിട്ട് മാറുകയാണ്, എൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ് 4 ആയിട്ട് മാറുകയാണ്. അപ്പം എനിക്ക് 8 ഓൺവേർഡ്സ് ആണ് എഴുതേണ്ടത്. ആദ്യം തന്നെ ഞാൻ ഈ റിഫ്ലക്ഷൻ അങ്ങ് എടുത്തെഴുതി. 1 0 0 1 0 1. അതായത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? റിവേഴ്സ് ആയിട്ട് ഞാൻ എഴുതാണ്. റിഫ്ലക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഇതിനെ റിഫ്ലക്റ്റീവ് കോഡ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, 4 ഡിജിറ്റ്സ് ആണ് എനിക്ക് വേണ്ടത് കേട്ടോ. ഇനി അതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതണം. 1 1 0, ദെൻ 0 1 0 0 1 1, then 0 0 1, then ഏറ്റവും ഫസ്റ്റ് നമ്പർ 0 0 0. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ എൻ്റെ 0 to 7 വരെയുള്ളതിൻ്റെ മുന്നിലെല്ലാം ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി റിഫ്ലക്ഷൻസിൽ ഞാൻ എന്താ ചെയ്യുന്നത്? 1 1 1 1 1 1 1 1 ഇത്രയും വൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 9 10 11 12 13 14 and 15. 0 to 15 വരെയുള്ള ഡെസിമൽ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ വാല്യൂ തന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പ വഴിയുണ്ട്. അതായത് നമുക്കൊരു ഡെസിമൽ വാല്യൂ തന്നിരിക്കുകയാണ് 10. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ ഈക്വലന്റ് ബൈനറി എന്ന് പറയുന്നത് 1010 ആണ് അല്ലേ? ഇതിനെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന ബൈനറി കോഡിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ എടുത്തെഴുതിയിരിക്കുന്ന ബൈനറി കോഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആദ്യം തന്നെ എന്ത് ചെയ്യുക? താഴോട്ട് അങ്ങ് എടുത്തെഴുതുക. ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂം സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂം ഏതിൻ്റെ?
നമ്മുടെ ബൈനറി കോഡിൻ്റെ അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, എടുത്തെഴുതാം. നെക്സ്റ്റ് 2 പൊസിഷൻസിലുള്ളത് നമ്മൾ ആഡ് ചെയ്യുക, എടുത്തെഴുതാം. നെക്സ്റ്റ് 2 പൊസിഷൻസ് എടുത്തെഴുതുക, ആഡ് ചെയ്യുക. ഓക്കെ, നോക്കിക്കേ, 10 ഈക്വലൻ്റ് ആയിട്ടുള്ള ഗ്രേ കോഡ് എന്ന് പറയുന്നത് 1 1 1 1 എന്നുള്ളതല്ലേ. ദിസ് ഈസ് ഹൗ വി കൺവേർട്ട് എ ബൈനറി വാല്യൂ ടു ഗ്രേ കോഡ്. സിമിലർലി എങ്ങനെയാണ് ഗ്രേയിൽ നിന്ന് ബൈനറിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ 10ൻ്റെ തന്നെ നോക്കാം. നമുക്കറിയാം ആ വാല്യൂ ഗ്രേ ടു ബൈനറി ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഗ്രേ തന്നിട്ടുണ്ടായിരിക്കും, ഗ്രേ കോഡ് ഏതാണെങ്കിലും അത് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഈ ബിറ്റ്, അതായത് MSB ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് താഴോട്ട് അങ്ങനെ എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന ആ വാല്യൂ പ്ലസ് തന്നിട്ടുള്ള ഗ്രേ കോഡിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ബൈനറി അഡീഷൻ ചെയ്യുക. 1 + 1 = 0. ദെൻ 0 + 1 = 1. 1 + 1 = 0. ആക്ച്വലി ബൈനറി അഡീഷൻ ചെയ്യുമ്പോൾ 1 + 1 = 10 ആണ് കിട്ടുന്ന ഈ 1 എക്സീഡിങ് ക്യാരി നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് LSB എടുത്തെഴുതുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഗ്രേ ടു ബൈനറി കാണാനായിട്ട് സാധിക്കുക. നമ്പർ സിസ്റ്റംസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഫർദർ വീഡിയോസിൽ നമ്മൾ റിമൈനിങ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.